ജയിൽ ടാസ്കിൽ അനീഷ് ഒറ്റയ്ക്കാണ് അരി ആട്ടിക്കൊണ്ടിരിക്കുന്നത്. ഷാനവാസ് അടുത്തിരിക്കുന്നതേ ഉള്ളൂ, ഒന്നും ചെയ്യുന്നില്ല. അപ്പം ക്യാപ്റ്റനായി ബിന്നി വന്നിട്ട് പറയാണ്, എന്തൊരു പ്രഹസനമാണോ ഇത്, എന്തെങ്കിലും ഒരു സഹായം ചെയ്തുകൂടെ, ഒരാൾ ഒറ്റയ്ക്കിരുന്ന് അരിയാട്ടുന്നു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഞാൻ ആട്ടിക്കഴിഞ്ഞിട്ട് ഉഴുന്നിരിപ്പുണ്ട്, അത് ഷാനവാസ് ആട്ടിക്കോളും. അന്നേരം ബിന്നി വീണ്ടും ചോദിക്കുകയാണ്, നന്നായിട്ട് നിങ്ങൾ ഇത് ചെയ്തല്ലോ, നിങ്ങൾ ഇവിടെ നിന്ന് വരേണ്ടുന്ന ആൾക്കാരല്ലായിരുന്നു, നിങ്ങൾ വല്ല ഹോട്ടലിലെങ്ങാനും ജോലിക്ക് എടുക്കേണ്ടുന്നതാ, ബിഗ് ബോസിന് തെറ്റ് പറ്റിയെന്നൊക്കെ ബിന്നി വീണ്ടും പറഞ്ഞിട്ട് ഇവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം അനീഷിന് ഇഷ്ടപ്പെടുന്നില്ല, ഷാനവാസിനും ഇഷ്ടപ്പെടുന്നില്ല. ഷാനവാസ് പറയുന്നുണ്ട്, ഒരു ലേഡി ക്യാപ്റ്റനാ, പ്രഥമ ക്യാപ്റ്റനാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാരെ വെറുപ്പിക്കല്ലേ മോളെ ക്നാപ്പ, എന്ത് പെർഫെക്ഷൻ ആണെന്ന് നോക്കൂ, എത്ര ഭംഗിയായിട്ടാണ് മാവ് അരച്ചേക്കുന്നതെന്ന് ബിന്നി ചോദിക്കുന്നുണ്ട്. അന്നേരം ഷാനവാസ് പറയണം, നാളെ ദോശയുടെ മാവ് കൊണ്ടുള്ള ഒരു കളിയായിരിക്കും വീട്ടിൽ, ഇത് ടാസ്ക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരാൾ ഒറ്റയ്ക്കല്ല ഇത് ചെയ്യേണ്ടതെന്ന് ബിന്നി പറയുന്നുണ്ട്. നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്യാനല്ല പറഞ്ഞ, ടാസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചെയ്യാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. മാഡം ചെല്ലെന്ന് അവർ രണ്ടുപേരും പറയുന്നുണ്ട്. അപ്പം ബിന്നി പറയാം, മാഡത്തിൻ്റെ കാല്, മാഡത്തിൻ്റെ കൈ, മാഡത്തിൻ്റെ തല, പോണോ വേണ്ടതെന്ന് മാഡം തീരുമാനിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് പറയുന്നുണ്ട്, എന്നാൽ മാഡം തല ഇട്ടുകൊണ്ട് അവിടെ നിന്നോ. അന്നേരം പറയുന്നത്, മാഡം ഇട്ടതല്ലേ, അല്ലാതെ നിങ്ങൾ ഇട്ടതല്ലല്ലോ, ക്യാപ്റ്റനായിട്ട് ഇങ്ങനെ വെറുപ്പിക്കല്ലേ എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ഈ ആഴ്ച മൊത്തം ബിന്നിക്കൊരു അഹങ്കാരഭാവത്തിലുള്ള സംസാരമാണ്. അത് ആരോടായാലും, അനീഷോട്ട് ഒരുപാട് തവണ കിച്ചണിൽ തന്നെ സംസാരവും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ എന്ത് കാര്യത്തിനായാലും ബിന്നിയുടെ അത്തരം ഒരു മെൻറ്റാലിറ്റിയിലുള്ള സംസാരമാണ് വരുന്നത്. ഷാനവാസിന് ഒട്ടും പിടിക്കുന്നില്ല. ഷാനവാസ് 2 ദിവസം മുന്നേയും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് എന്നിട്ട് ബിന്നി അപ്പം തന്നെ വരണമെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടായിരുന്നു. ഷാനവാസ് എണ്ണിക്കുന്നില്ലെന്ന് കണ്ടപ്പോഴത്തേന് ബിന്നി അടുത്തിരുന്ന് നെവിനെ കൊണ്ടുപോയി അടങ്ങുമെന്നുള്ള ഒരു നിലപാടായി. ലാസ്റ്റ് നെവിനുമായിട്ടും ഷാനവാസുമായിട്ടും അന്നേരവും ഇതുപോലെ ഉടക്കി സംസാരിച്ചിട്ടാണ് ബിന്നി അവിടെ നിന്ന് പോകുന്നത്.